കോട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക. കോട്ടയം ജില്ലയിലെ ഹോട്ട് പോക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഒന്നാമതായി കോട്ടയം ടൗൺ ആണ് ജില്ലയിലെ ഏറ്റവും ഡിമാൻഡുള്ള ഏരിയ. മുനിസിപ്പൽ ടൗണും കഞ്ഞിക്കുഴി, ദേവലോകം, കോടിമത, കാരിത്താസ് ജംഗ്ഷൻ തുടങ്ങിയ സമീപ പ്രദേശങ്ങളും അടങ്ങുന്ന ഈ നഗരകേന്ദ്രം സർക്കാർ ഓഫീസുകൾ, പ്രധാന ആശുപത്രികൾ, കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ, സ്കൂളുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ എന്നിവയുടെ പ്രോക്സിമിറ്റി കൊണ്ട് തന്നെ ജില്ലയിലെ ഏറ്റവും ഡിമാൻഡുള്ള പോക്കറ്റുകളിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നു. ഈ പ്രദേശങ്ങളിൽ നിരവധി NRIകളും പ്രൊഫഷനുകളും റെന്റൽ ഇൻകത്തിനായും സ്വകാര്യ ആവശ്യങ്ങൾക്കും നഗരത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നു. ഇതുകൂടാതെ Airbnb, Booking.com പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വരുമാനത്തിന്റെ സാധ്യത വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായി കോട്ടയം ജില്ലയിൽ ഉണർന്നുവരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഹോട്ട്സ്പോട്ട് ചങ്ങനാശ്ശേരി ബെൽറ്റ് ആണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന, കോട്ടയം നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ചങ്ങനാശ്ശേരി. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിലും ഇത് വളരെ കാലമായി അറിയപ്പെടുന്നു. സമീപ വർഷങ്ങളിൽ ചങ്ങനാശ്ശേരിയും അതിന്റെ അയൽ പ്രദേശങ്ങളിലും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്സിന്റെ തിരക്ക് കണ്ടുവരുന്നു. കോട്ടയം ജില്ലയുടെ പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകളുടെ ഏകദേശം 13% ഈ മേഖലയിലാണ്. ഇത് കോട്ടയം നഗരത്തിന് ശേഷം രണ്ടാമത്തെ വലിയ ഷെയറാണ്. എന്തുകൊണ്ട് ചങ്ങനാശ്ശേരി? കണക്ടിവിറ്റി ഒരു കാരണമാണ്. അതായത് കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ചങ്ങനാശ്ശേരിയിൽ താമസിക്കാനും കോട്ടയത്തേക്കോ കൊച്ചിയിലേക്കോ സുഖമായി യാത്ര ചെയ്യാനും കഴിയും. കോട്ടയം നഗരം വളരെ തിരക്കേറിയതോ ചെലവേറിയതോ ആണെന്ന് കരുതുന്ന പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും രണ്ടാമത്തെ ഓപ്ഷൻ ചങ്ങനാശ്ശേരിയാണ്. കോട്ടയം നഗരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് അല്പം കൂടി ശാന്തമാണ്. 3-4 സ്ഥാനത്ത് വരുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറിയ പാലായും ടൂറിസം ബേസ്ഡ് റിയൽ എസ്റ്റേറ്റിൽ നമ്പർ 1 ആയ കുമരകവുമാണ്. കൂടാതെ കോട്ടയം പട്ടണത്തിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ അതിരമ്പുഴ ബെൽറ്റ്. പൈപ്പ് ലൈനിൽ വരുന്ന പുതിയ റെസിഡൻഷ്യൽ യൂണിറ്റുകളിൽ ഏകദേശം 10% ഈ കോറിഡോറിൽ നിന്നാണ്. കോട്ടയത്ത് നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലം. എന്നാൽ ക്ഷേത്രത്തിനപ്പുറം ഏറ്റുമാനൂർ ഒരു വ്യാവസായിക വിദ്യാഭ്യാസ കേന്ദ്രമായി വളർന്നു വരുന്നു. ചുറ്റും ചെറുകിട വ്യവസായങ്ങളുണ്ട്. റോഡ് മാർഗം ഇത് നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. തൊട്ടടുത്താണ് അതിരമ്പുഴ. അവിടെയാണ് മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രധാന സർവകലാശാലയുടെ സാന്നിധ്യം പ്രാദേശിക റിയൽ എസ്റ്റേറ്റ് വിപണിക്ക് ഒരു കാറ്റലിസ്റ്റായി വർത്തിക്കുന്നു. ഈ പ്രദേശം കോട്ടയത്തിനും പാലായ്ക്കും ഏകദേശം തുല്യ ദൂരത്തിലാണ്. അടുത്തതായി ലൈംലൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത എന്നാൽ വളരെ മികച്ച ഡെവലപ്മെന്റ് നടക്കുന്ന പ്രദേശങ്ങളാണ് ചിങ്ങവനം, പരുത്തുംപാറ, തുരുത്തി ബെൽറ്റ്. അഫോർഡബിൾ 3 and 4 BHK ഹൗസുകളുടെ പ്രവചനാതീതമായ സെയിൽസാണ് ഈ പ്രദേശങ്ങളിൽ അടുത്ത കാലത്തായി നടന്നിരിക്കുന്നത്. ലോക്കൽ റെസിഡൻഷ്യൽ ബിൽഡേഴ്സിന്റെ ഏറ്റവും മികച്ച പ്രയത്നങ്ങളുടെ ഉദാഹരണമാണ് ഈ പ്രദേശങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് വളർച്ച. ഇതുവരെ അപ്ഡേറ്റ് ആകാത്ത ഒരു ഏരിയയാണ് നമ്മുടെ നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് രംഗം. അതിനൊരു മാറ്റം കൊണ്ടുവരാനും നമ്മുടെ നാട്ടിലെ ഏത് സാധാരണക്കാരനും ആമസോണിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ലാഘവത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സുതാര്യവും ലളിതവുമാക്കുക എന്നതും ജില്ലയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങളും അപ്ഡേറ്റുകളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുമാണ് എൻ്റെ ആഗ്രഹം. നേരത്തെ അപ്ലോഡ് വീഡിയോകൾ കണ്ട് ധാരാളം പേര് വീട് വിൽക്കാനും വാങ്ങാനും സമീപിച്ചിരുന്നു. മേൽപ്പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എന്ത് സേവനങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ ഏത് പാതിരാത്രിയിലും ബന്ധപ്പെടാം. 24/7 365 ദിവസവും നോൺ സ്റ്റോപ്പായി പ്രവർത്തിക്കുന്ന ടീമാണ് ഞങ്ങളുടേത്.